ഹണി റോസ് ചെയ്തതെല്ലാം ശരിയാണോ തെറ്റാണോ? ഏതാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഹണി റോസ് ശരിയോ തെറ്റോ? കേരളത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് എന്നാണ് നമ്മുടെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്. പോക്സോ കേസുകളെല്ലാം ജെന്യുവൻ അല്ല. ഇതിൽ ഒരുപാട് വ്യാജ ആരോപണങ്ങളുണ്ട്. രണ്ട്, ഒരു പോക്സോ കേസിൽ ഒരു കുട്ടി പെടുന്നുവെങ്കിൽ അതിലൊക്കെ അമ്മയുടെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതേവരെ ഞാൻ അവൾ വേറെ കല്യാണം കഴിച്ചാൽ പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കുടുംബജീവിതം തകരുവാനുണ്ടായ കാരണങ്ങൾ. ഒരു പെണ്ണിനെയും വിശ്വസിക്കരുത്. വിശ്വസിച്ച് കൊണ്ട് ബെഡിൽ ഉറങ്ങിയാൽ നീ നാളെ കരയും, അജിത് കുമാറിനെ തേടി വരും. നിങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണമേ കഴിക്കരുത്. പാവപ്പെട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോയി. കാര്യം അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കില്ല, അത് കുപ്പക്കുഴിയിലേ കിടക്കത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഇദ്ദേഹത്തിന് എല്ലാവർക്കും സുപരിചിതമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംഘടനകളും അതുപോലെ വിമോചന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സംഘടന, അതാണ് അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിട്ടുള്ള അജിത് കുമാർ സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയില്ല. ഏതായാലും എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ മറുപടി ഉണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ രണ്ട് പുരുഷന്മാരല്ല ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഒരു സ്ത്രീയും പുരുഷനുമാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ചോദ്യം സ്ത്രീപക്ഷം തന്നെ ആയിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും നമുക്കറിയാം ഒരുപാട് സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന സമയങ്ങളിൽ താങ്കൾ പറയുന്നു കഴിഞ്ഞ 18 വർഷമായി താങ്കൾ ഈ പ്രസ്ഥാനത്തിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് കഴിഞ്ഞ 3-4 വർഷം മുൻപാണ്, ഏകദേശം മസ്താനിയുടെ ആ ഒരു വിഷയം വന്ന സമയത്താണ് സാറിനെ കുറിച്ച് അറിഞ്ഞു വരുന്നത്. താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ ഈ 18 വർഷം നിന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിച്ചോ? എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു? തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ആത്മഹത്യയിൽ നിന്ന് പിന്മാറ്റുവാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വേണ്ടി വർക്ക് ചെയ്യാൻ അവർ തയ്യാറല്ലാത്തൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ആദ്യകാലത്ത് എൻ്റെ തന്നെ ഫാമിലി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ, വനിതാ സെല്ല്, വനിതാ കമ്മീഷൻ, ഫാമിലി കോർട്ട്, ഇങ്ങനെ ഒരുപാടിടത്ത് കയറി ഇറങ്ങിയപ്പോഴാണ് പുരുഷന്മാർ പീഡനം അനുഭവിക്കുന്നു, അവർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ അപ്പോഴാണ്. കാര്യം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഡിവോഴ്സോ ഒന്നുമില്ല. ആദ്യത്തെ ആൾ ഞാനാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ചെറിയ, ഇന്നത്തെ പോലുള്ള പ്രവർത്തനം അല്ലായിരുന്നു അന്ന് സമയം കിട്ടുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി അറിയുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും, സെക്രട്ടേറിയറ്റ് സമരം നടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചൊരു കേസാണ് ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ശ്രീലക്ഷ്മി അറക്കലും ചേർന്നിട്ട് ഒരു യൂട്യൂബറെ റൂമിൽ കയറി തല്ലുന്ന ഒരു കേസ്. ആ സംഭവമായിട്ട് വ്യത്യസ്തമായിട്ടൊരു സമരമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് ജനങ്ങളിലേക്ക് അധികം എത്തിയില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു സവാദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോൾ അത് കേരള ജനത മൊത്തം അത് അറിയുവാനും ഒരുപാട് പിന്തുണ എനിക്ക് കിട്ടുകയുണ്ടായി. കാര്യം ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണെന്ന് പിന്നീട് ജനം മനസ്സിലാക്കുകയും, ജനമെന്നല്ല ഞാൻ ഉൾപ്പെടെ പിന്നീടാണ് മനസ്സിലാക്കിയത്. ആദ്യം ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ. എന്തായാലും സവാദ് വിഷയം ഒരുപാടടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അതിനോട് സംസാരിക്കാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എൻ്റെ ഉള്ള ആൻസർ തരികയും ചെയ്യും. ഓക്കെ, ശരിക്കും ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മനുഷ്യൻ മുന്നിട്ട് നിൽക്കുമ്പോൾ അതിന് പിന്നിലൊരു ചരിത്രം ഉണ്ടാവും, ഒരു കഥ ഉണ്ടാവുമല്ലോ. എന്താണ് താങ്കൾക്ക്? അത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത് പോലെ നല്ല രീതിയിൽ ഒരു വിവാഹ ജീവിതം കഴിച്ച് കുട്ടികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് ജീവിച്ചൊക്കെ വന്നത്. അതിനിടയ്ക്കാണ് എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഭാര്യ അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാം നമ്മളെ കുറ്റക്കാരനാണ്. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? ഒരു 6-7 വർഷമേ ജീവിച്ചിരുന്നു. 6-7 വർഷം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കുട്ടികളായി. അപ്പോൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ, ഞാൻ അത് തന്നെ പറഞ്ഞു, സാഹചര്യം താങ്കളുടേതാണോ? അല്ല, പുള്ളിക്കാരി തന്നെയാണ്. പൊതുവിൽ അന്നത്തെ കാലത്ത് പുറത്തിറങ്ങിയിരുന്നത് ഞാൻ കളഞ്ഞിട്ട് പോയി എന്നായിരുന്നു. കാര്യം സ്ത്രീകൾ കയറി ഇറങ്ങി പറയുമല്ലോ പലരോട്, നമ്മൾ പറയില്ല. കാര്യം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ജോലി സ്ഥലം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ വീട്, ഇങ്ങനെയാണ് നമ്മുടെ രീതി. ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് കുറവാണ്.
നാട്ടുകാരോടൊക്കെ. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത് ഞാൻ കളഞ്ഞിട്ട് പോയി. പക്ഷേ ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായി ഞാനല്ല ഇതിൻ്റെയൊക്കെ കഥയുടെ നായകൻ എന്നുള്ള. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അവൾ അവളുടെ അമ്മയുടെ വീട്ടിലേ നിൽക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു. പിന്നീട് ചുരുക്കി പറയുകയാണ് കേട്ടോ, അങ്ങനെ അങ്ങ് പോവുകയും ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി, അത് ഞാനിപ്പോൾ വേറെ മീഡിയയിലൊക്കെ പറഞ്ഞതാണ്, ഇപ്പോൾ 4 വർഷത്തിൽ കൂടുതലായി ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയെ പറ്റിയോ എൻ്റെ ഭാര്യയെ പറ്റിയോ ഞാൻ ഒന്നും മോശമായിട്ട് ഇതേവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടൊരു ജാനുവരി 1 എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ 15 വർഷത്തോളം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് പിരിഞ്ഞിട്ട് ആ ഭാര്യ എൻ്റെ അമ്മയുടെ വീടിൻ്റെ മേളത്തെ നിലയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിന് ഞാൻ മാനസികമായിട്ട് തകർന്നു പോയൊരു ദിവസമാണ്. കാര്യം നമ്മൾ എല്ലാ ജാനുവരി 1 ഭൂരിഭാഗം പേരും നല്ലൊരു പുതിയൊരു ജീവിതം ആവണമെന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഉണരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഉണർന്ന് അന്ന് വൈകിട്ടോട് കൂടിയിട്ടാണ് അമ്മയെ കാണാൻ പോയത്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. കാണുമ്പോൾ ഞാൻ പിന്നീട് അമ്മയെ വിളിച്ചു. പുള്ളിക്കാരെ ഞാൻ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ അവിടെ ഇറങ്ങിപ്പോയി. അമ്മയെ വിളിച്ചു. അമ്മ ചേട്ടൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുമായിട്ട് നേരിട്ട് കണ്ടു. കുറച്ച് വാക്കുതർക്കമൊക്കെ ഉണ്ടായി. എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്? കാരണമുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം വേറൊരു കല്യാണം കഴിച്ചു പുള്ളിക്കാരി. കല്യാണം കഴിച്ചു. ഒരു 5 വർഷത്തോളം അയാളുമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ എവിടെയൊക്കെ പോയെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 10-15 വർഷം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ മാനസികമായിട്ട് പെട്ടെന്ന് അന്ന് തകർന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം, അന്ന് 1-ാം തീയതി ആയിരുന്നു, മദ്യം കിട്ടിയില്ല. ഞാൻ എന്നും മദ്യപിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ മാനസികമായിട്ട് തകരുമ്പോൾ മദ്യപിച്ചു പോകും. പുരുഷന്മാർ മദ്യപിക്കുന്നത് അങ്ങനെയാണ്, സ്ത്രീകൾ കാരണമാണ് സംഭവിക്കുന്നത് കൂടുതലും. അപ്പോൾ ഈ ഞാൻ പിറ്റേ ദിവസം മദ്യപിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംഘടനയുടെ ഒരു വോയിസ് ഇട്ടു, ഞാൻ അമ്മയും ഭാര്യയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് ഭയങ്കര എല്ലാ ചാനലിലും ഇപ്പോൾ വാർത്തയ്ക്കായി ഭയങ്കരമായിട്ട് വിവാദമായൊരു സംഭവം. അപ്പോൾ അത് പറയാനുണ്ട സാഹചര്യം ഇതാണ്. കാര്യം വേറൊരു വിവാഹം കഴിച്ചു, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ മാധ്യമങ്ങളോട് എന്താണ് നടന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതേവരെ ഞാൻ അവൾ വേറെ കല്യാണം കഴിച്ചാൽ പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കുടുംബജീവിതം തകരുവാനുണ്ടായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് തിരുവനന്തപുരം തകരപ്പറമ്പിൽ വിവാഹം കഴിക്കുന്ന സമയം, ആ സമയത്ത് 7 സ്റ്റാഫുമായിട്ട് ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇട്ടേക്കാണ്. അതിനു പുറമെ ഒരു 8 ഓട്ടോറിക്ഷ വേറെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ അത്യാവശ്യം സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന സമയം, വിവാഹാലോചനകളൊക്കെ നല്ല രീതിയിൽ വരുന്ന സമയമാണ് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് 51-60 പവൻ സ്വർണം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, തരാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇല്ലാതെ വെറും 10 പവൻ പോലും തികച്ചു തരാനില്ലാത്തൊരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുകയാണ്. സ്ത്രീധനം മേടിച്ചാണോ താങ്കൾ കഴിച്ചത്? ഇതെന്ന് പറയുമ്പോൾ സ്ത്രീധനം ആണല്ലോ. ഇത് പറയുന്നത് സ്ത്രീധനമാണോ എന്നല്ല. സ്ത്രീധനമാണെങ്കിൽ പുരുഷധനം വാങ്ങരുത്. പുരുഷന് വീടുണ്ടോ, അവന് ബിസിനസ് സ്ഥാപനമുണ്ടോ, അവന് ഗവൺമെൻറ് ജോലിയുണ്ടോ, ഇതൊന്നും നോക്കാൻ പാടില്ല. ഏത് ഒരു കൂലിപ്പണിക്കാരൻ്റെ കൂടെ പെമ്പിള്ളേർ പോകാൻ തയ്യാറാവണം? അതുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പുരുഷൻ്റെ ധനവും അവൻ്റെ ജോലിയും അവൻ്റെ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നത്, ആ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സ്ത്രീ ധനം എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം അത് രണ്ടുപേരുടെയും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം നന്നായിട്ട് പോകൂ, കുട്ടികളെയും നന്നായിട്ട് വളർത്താൻ പറ്റൂ. അതിൻ്റെ ചിലവുണ്ട്. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ ഏറ്റവും മിഷനായിട്ട് ഇതിനെ പിഴിഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. പുരുഷൻ മാത്രം അയാൾ അടിമപ്പണി ജോലി ചെയ്ത് ഇങ്ങനെ വണ്ടിക്കാള പോലെ വലിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതല്ല, അത് ശരിയല്ല. അപ്പോൾ ഭാര്യയുടെ വീട്ടിൽ നിന്നും കൃത്യമായിട്ടുള്ളത് കൊടുക്കണം, കൊടുത്ത് തന്നെ പോകണമെന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. എന്നാലും ജീവിതം മുന്നോട്ട് പോകും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. ഞാൻ പലരോടും എൻ്റെ അടുത്ത് സമീപിക്കുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണമേ കഴിക്കരുത്. പാവപ്പെട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോയി. കാര്യം അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കില്ല, അത് കുപ്പപിടിയിലേക്ക് കിടക്കൂ. അത് തന്നെയാണ് സത്യം. ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം പറയുന്നത് തന്നെ, പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചത്, അതാണ് എനിക്കിങ്ങനെ പെട്ടുപോയത്. അപ്പം ഞാൻ പറയും, അനുഭവിക്കണം. ഇത് ഞാൻ എത്രയോ വർഷം കൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. എൻ്റെ കുട്ടികളുടെ ഭാവി പോയി, ജീവിതം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെ ഒരുപാട് പോയി, ബുദ്ധിമുട്ടായി. പിന്നെ കാര്യം ഒന്നുകിൽ അങ്ങനെ നിങ്ങൾ കുട്ടികളുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം, അവരെ നല്ല രീതിയിൽ വളർത്തേണ്ട കഴിവുണ്ടാവണം. അല്ലാതെ ഈ വാളയാർ കേസ് പോലെ പോക്സോ കേസിൽ കുട്ടികളെ കൊണ്ടിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. എൻ്റേത് ഞാൻ ചുരുക്കി പറഞ്ഞു. ഇതിന് ശേഷമാണ് ഇപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്ന് താമസിച്ചത്. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും
ഇറങ്ങാൻ തയ്യാറായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ വേറെ വീടെടുത്ത് റെന്റിനെടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോവുകയാണ്. അപ്പോൾ സന്തോഷം. എന്തായാലും കുട്ടികളെ കാണാനുള്ള അവസരം. നമുക്ക് കുട്ടികളൊക്കെ എൻ്റെ കൂടെ വന്നു. വനിതാ സെല്ലിൽ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തപ്പോഴൊന്നും കുട്ടികളെ ഒന്നും കൊണ്ടുവരില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കുട്ടികളെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന ഘട്ടം വനിതാ സെൽ, ഒരു സ്പെഷ്യൽ വനിതാ സെല്ലുണ്ട് സിറ്റി, അവിടെ കൊണ്ടുവന്നു. കുട്ടികളെല്ലാം എൻ്റെ കൂടെ വരികയും പിന്നീട് കാര്യം നിയമവശാൽ അവർക്ക് നമ്മുടെ കൂടെ വിടേണ്ട ഒരു ഇതില്ല, നിയമമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുവിടുകയും ചെയ്തു. പിന്നീട് എപ്പോഴും കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വരുന്നുമുണ്ട്, തിരിച്ച് ഞാൻ കൊണ്ടുവിടുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് കുട്ടികൾ അമ്മയുടെ കൂടെ നിൽക്കാനല്ല താല്പര്യമായിരുന്നു, എൻ്റെ കൂടെ ആയിരുന്നു. കാരണം അവർക്ക് ഞാൻ മതി, അതായിരുന്നു. പക്ഷേ നമുക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യം വരികയും പിന്നെ നമ്മളൊരു ജോലിക്ക് ഒരു സ്ത്രീയെ വെച്ചാൽ പോലും അത് വേറൊരു രീതിയിലേ കാണത്തുള്ളൂ നമ്മുടെ നാട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനും ഉള്ള സാധ്യത ഉണ്ടായില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇന്ന് എൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ നമുക്ക് കാണുന്ന വ്യക്തിത്വങ്ങളിൽ ഏറ്റവും അധികം സ്ത്രീകൾ പലപ്പോഴും ദുർബലരാണ് ശാരീരികമായി. ആ സാഹചര്യങ്ങളിലാണ് പുരുഷന്മാരുടെ അതിക്രമം നല്ല രീതിയിൽ തന്നെ ശക്തമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ ഇത്തരത്തിലൊരു പ്രസ്ഥാനം കൊണ്ടുവരുന്നതും സ്ത്രീകളാൽ പുരുഷന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നതും. കായിക ബലം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുരുഷന്മാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത സമയത്തുണ്ടായ ഒരു വിഷയം, അതിലേക്ക് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്ന ബോച്ചെ, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം പലർക്കും, ബോച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹണി റോസിനുണ്ടായ ഒരു വിഷയം അല്ലേ? അപ്പോൾ ആ നടിയുടെ വിഷയത്തിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സംഘടന, നിങ്ങൾ എങ്ങനെയാണ് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഹണി റോസ് ചെയ്തതെല്ലാം ശരിയാണോ തെറ്റാണോ, ഏതാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഹണി റോസ്, ശരിയോ തെറ്റോ? ഈ സമൂഹത്തിന് അവർ കൊടുക്കുന്ന മെസ്സേജ്, കുഞ്ഞു കുട്ടികൾ, ഈ പുതുതലമുറയ്ക്ക് എന്താണ് പുള്ളിക്കാരി മെസ്സേജ് കൊടുക്കുന്നത്? പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നറിഞ്ഞാൽ കൊള്ളാം. വസ്ത്രധാരണത്തിലാണ് താങ്കൾ ഏതിലായാലും വസ്ത്രധാരണമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ ചോദ്യം അതല്ല, ഇതിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ പുള്ളിക്കാരി ഈ സമൂഹത്തിന് കൊടുക്കുന്നത്, നല്ലതാണോ തെറ്റാണോ? ഇതാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടി ഇല്ല അല്ലേ? കുറേ എഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഇന്നേ വരെ ഹണി റോസ് എന്ന് പറയുന്ന നടി, അവരെ ആരാധിക്കുന്ന പേർ ഒരുപാട് പേരുണ്ട്, പുരുഷന്മാരുമുണ്ട്. സ്ത്രീകൾ ഒരുപക്ഷെ കൂടുതലും വിമർശിക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും പുരുഷന്മാരുണ്ട്. അവർ അതിനു വേണ്ടിയിട്ടാണല്ലോ അവരുടെ ഈ ഉദ്ഘാടന വേദികളിൽ ഇത്രയും തള്ളലുണ്ടാകുന്നത്, ഉന്തി തള്ളി അവിടെ എത്തുന്നത്. പക്ഷേ അത് കഴിഞ്ഞ പാലക്കാട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ബോച്ച വിഷയം, ബോച്ച ഇറങ്ങിയതിന് ശേഷമാണ് അത് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിടുകയും ഒരാൾ പോലും അവിടെ പോകരുതെന്ന് പറയുകയും, പക്ഷേ അവിടെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. 10 AM ഉദ്ഘാടനം വെച്ചിരുന്നത്. 10-15 വരെയും അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അവിടേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നീട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, കാശ് കൊടുത്ത് ആ കുട്ടികളെ അവിടെ വിലക്കെടുത്ത് നിർത്തി എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഹണി റോസ് എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റ് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ അന്ന് അവിടെ വന്ന പാലക്കാട് വന്ന പുതുതലമുറയ്ക്ക് നെഗറ്റീവുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോക്സോ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീയെ. കാരണം നല്ല വസ്ത്രധാരണമില്ല. അപ്പോൾ വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ കമൻറ്റുകൾ പറഞ്ഞ ഒരാൾക്കെതിരെയും കേസെടുക്കാൻ പാടില്ല, കംപ്ലൈൻറ്റ് അവർ കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ വസ്ത്രധാരണം എത്രയും മിതത്വമാകുന്നോ അതിനനുസരിച്ചുള്ള കമൻറ്റുകളും വരും. അതിന് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ അവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അഭിപ്രായം പറയും, അതിൽ യാതൊരുവിധ പൊള്ളലും രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിനെ അവർ സധൈര്യം നേരിടണം. കാരണം ദ്വയാർത്ഥ പ്രയോഗമാണ് പറയുന്നതെങ്കിൽ ദ്വയാർത്ഥ വസ്ത്രധാരണവും പാടില്ല. ദ്വയാർത്ഥ വസ്ത്രധാരണമാണത്, അതാദ്യം മനസ്സിലാക്കിക്കോണം. ദ്വയാർത്ഥ വസ്ത്രധാരണം അല്ലേ അവർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഹണി റോസ് മാത്രമല്ലല്ലോ അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത്. ഹണി റോസ് ആണല്ലോ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തത്. വേറെ ഇതാ ഇപ്പൊ കാജൽ വന്ന് ഉദ്ഘാടനം നടത്തിയല്ലോ. അപ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അവരുടെയും കൈ പിടിച്ച് കറക്കുന്നത് ഞാൻ കണ്ടു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രം ബോച്ചയെ പറയുന്നുണ്ടെന്നാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസിലും അദ്ദേഹം ദ്വയാർത്ഥം തന്നെയാണ് പ്രയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ദ്വയാർത്ഥം സത്യം പറഞ്ഞാൽ ഞാൻ ഈ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. ഒരു പ്രവാസിയുടെ വിഷയമായിട്ട് അദ്ദേഹം കാശ് സംഭരിക്കാൻ വേണ്ടിയിട്ട് 34 കോടി സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി ആ സമയം മുതലാണ് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് തുടങ്ങിയത്. കാര്യം അങ്ങനെ അദ്ദേഹം എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 34 കോടി കിട്ടുമെന്നോ. അത് കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും
പിന്നീട് അതിൽ എത്ര കുറവ് വന്നാലും അദ്ദേഹം ഇറങ്ങിയ സ്ഥിതിക്ക് അത് അദ്ദേഹം കയ്യിൽ നിന്നിടും എന്നൊരു ഉറപ്പ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനസ്സിൻ്റെ ഒരു നന്മയാണ് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസൊക്കെ വരുന്നതും. അപ്പോൾ എൻ്റെ മുൻപിൽ വരുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനതിനെ, നമ്മൾ സിനിമകൾ കാണുന്നത് എന്തിനാണ്? നമ്മൾ ആസ്വദിക്കാനാണ് പോകുന്നത്. നമ്മൾ മനസ്സിന് എന്തെങ്കിലുമൊക്കെ കോമഡി, സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഇരുന്ന് കണ്ട് ചിരിച്ചിട്ടുള്ള ആളാണ്. എത്രയോ പ്രാവശ്യം ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ചിരിച്ച ആളാണ്. അത് ആ കോമഡിയിൽ എടുത്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു തമാശ പറയുന്നു, പക്ഷെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഞാനിതിൽ തമാശ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. സ്ത്രീകളെ ഇത്രയും ആഭാസങ്ങൾ നമ്മൾക്ക് സ്ത്രീകളെ മാത്രമല്ല രീതിയിൽ പറഞ്ഞിട്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നത്? സ്ത്രീകളെ മാത്രമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പുരുഷന്മാരെയും ആരോടും പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ അദ്ദേഹം എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഈ, അല്ലെങ്കിൽ പഴംപൊരി ഒരു ചേട്ടനോടാണ് പറഞ്ഞത് പഴംപൊരിയെ കുറിച്ച്, അല്ലേ? അപ്പൊ പിന്നെ അത് പിന്നെ എങ്ങനെ സ്ത്രീയാവും? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയാണ്. അതിൽ നിന്ന് അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം ഒരു ആസ്വാദനം മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അതിലൊരു, താങ്കൾ ഈ പറയുന്നതിലൂടെ ബോച്ചയെ താങ്കൾ ഒരു ആരാധ്യ പുരുഷനെ പോലെ സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ആർക്കും എന്തും ചെയ്യാമെന്നാണോ ഈ അസോസിയേഷന്റെ ബലത്തിൽ? അല്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം കൊലപാതകയല്ല. എന്ത് ദ്വയാർത്ഥവും പ്രയോഗിക്കാമെന്നാണ്? ദ്വയാർത്ഥം അതൊരു എന്തുകൊണ്ട് എം എം മണിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ? ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് എം എം മണിയാണ് ദ്വയാർത്ഥം പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അറിയോ? എം എം മണിയെ അറിയാലോ, മുൻ മന്ത്രിയാണ് അദ്ദേഹം. എത്രയോ വർഷക്കാലമായിട്ട് പറയുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ലല്ലോ, ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഏതോ ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തിട്ട് പോലും അത് ഒരിടത്തും എത്തിയില്ല. മനസ്സിലായി? അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതിനെ അദ്ദേഹത്തെ വയനാട് പോയി ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ മാലയിട്ട് സ്വീകരിക്കാൻ പോയതും പടക്കം പൊട്ടിക്കാൻ പോയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല. അതാണ് മെയിൻ കാര്യം. അദ്ദേഹത്തിന് ഒരു കേസ് എടുത്തോട്ടെ, സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണ് യഥാർത്ഥം പറഞ്ഞാൽ. അദ്ദേഹം റിമാൻഡ് പോയത് ദ്വയാർത്ഥം പറഞ്ഞതിലല്ല. അതറിയോ? ദ്വയാർത്ഥം പറഞ്ഞത് കൊണ്ട് ഒരാളിനെ പിടിച്ച് റിമാൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല അതിൽ. പിന്നെ ഇവിടെ 4 മാസങ്ങൾക്ക് മുന്നേ ഈ കൈപിടിച്ച് കറക്കിയതിൽ എന്തോ അത് രഹസ്യമൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ഹണി റോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൈപിടിച്ച് കറക്കിയതിൽ എന്തോ അത് വേറൊരു അർത്ഥം, അല്ലെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം റിമാൻഡിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യില്ല. സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്. അത് എങ്ങനെയാണെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്തിടേണ്ട എത്രയോ വർഷം മുൻപേ ചെയ്യേണ്ടത്. കാര്യം എത്രയോ കാര്യങ്ങൾ ഞാനിവിടെ ഇരുന്ന സ്ത്രീകൾക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നുമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്കെതിരെ വേണ്ടി വന്നാൽ ഒരു കേസ് എടുക്കാം, നമ്മുടെ മൊബൈൽ പിടിച്ചെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. റിമാൻഡ് ചെയ്യാൻ വകുപ്പില്ല. ഇല്ല. തീർച്ചയായിട്ടും അവിടെ കുറച്ച് പ്രതികളൊക്കെ ആ ഇടയ്ക്ക് ഇറങ്ങിപ്പോയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്നപ്പോൾ അറിഞ്ഞോ, ആ ഒരു പെരിയ കൂട്ടക്കൊല കേസിലെ കുറച്ച് പ്രതികളൊക്കെ ഇറങ്ങി സ്കൂട്ടായി പോയി. അതൊക്കെയാണ് അവിടെ നടന്നത്. മന്ദബുദ്ധികളായ മലയാളികൾ മൊത്തം ബോച്ചയ്ക്കെതിരെ അങ്ങ് തിരിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ് അടിയിൽ കൂടെ. ഇതാരും മനസ്സിലാക്കുന്നില്ല. ബോച്ചയുടെ ദ്വയാർത്ഥമാണ് തെറ്റെന്ന് പറഞ്ഞു പോയി സൂപ്പറായിട്ട് മറ്റുള്ളവർ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. ശരി. അപ്പോൾ താങ്കൾ ഇപ്പോൾ ശരിക്കും ഈ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് രീതിയിൽ സ്ത്രീകൾക്കെതിരെ വന്നാലും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ബാലരാമപുരത്ത് ഒരു കുഞ്ഞു മോളെ കിണറ്റിലെറിഞ്ഞു കൊന്നു. ആ കേസൊക്കെ നമ്മളെങ്ങനെയാണ് ഇടപെടുന്നത്? ആ മോളുടെ കൂടെ നമ്മൾ ഈ വളയാർ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഒരിക്കലും ആ കുഞ്ഞുമക്കൾ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം കുഞ്ഞുമക്കൾക്ക് ആ ആത്മഹത്യ ചെയ്യാൻ അത് പറഞ്ഞാൽ തന്നെ എനിക്ക് വിഷമം തോന്നും. കാര്യം അത്ര ഇതാണ്. ആ പിള്ളേർ എങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നത്? ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. എന്നാൽ മൂത്ത കുട്ടി തൂങ്ങി മരിച്ചു എന്നിരിക്കട്ടെ, ഈ രണ്ടാമത്തത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതൊക്കെ ഒരിക്കലും നമുക്ക് നടക്കാത്ത കാര്യം, ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. ഞാൻ ന്യൂസ് 18 ചാനലിൽ എനിക്ക് ഇപ്പോൾ ഈ സമയം ചോദിക്കാനുള്ളത്, ഒരു ധന്യരാമൻ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് എൻ്റെ കൂടെ ചർച്ചയ്ക്കുണ്ടായിരുന്നു. എന്നെ എടാപോടാന്നൊക്കെ വിളിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? ആ വീഡിയോ ഭയങ്കര വിവാദമായൊരു കേസാണ്. അപ്പോൾ എന്നെ എടാപോടാന്ന് വിളിക്കുകയും എന്നിട്ട് വനിതാ സെല്ലിൽ കൊണ്ടുപോയി എനിക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്ത മിടുക്കിയാണത്. എന്തിനായിരുന്നെന്നറിയോ? പുള്ളിക്കാരി 100ഓളം പേരെ പോക്സോ കേസിൽപ്പെട്ട പെൺകുട്ടികളെ ഏതോ ഷെൽട്ടറിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ ആങ്കറായിട്ടുള്ള അപർണ കുറുപ്പ് എന്നോട് ചോദിച്ചു, അജിത് കുമാറിന് എന്താണ് ഇതിന് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോക്സോ കേസുകളെല്ലാം ജെന്യുവൻ അല്ല.
ഇതിൽ ഒരുപാട് വ്യാജ ആരോപണങ്ങളുണ്ട്. 2, ഒരു പോക്സോ കേസിൽ ഒരു കുട്ടി പെടുന്നുവെങ്കിൽ അതിലൊക്കെ അമ്മയുടെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെ വലിയ വിഷയമുണ്ടാക്കുകയും പറഞ്ഞോട്ടെ അതിന് അങ്ങനെ പറഞ്ഞതിനാണ് ഈ സ്ത്രീ എടാപോടോ എന്ന് വിളിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്തത്. അതിനുള്ള തിരിച്ചുള്ളൊരു മറുപടി ധന്യാരാമനോടും ഇതേ അഭിപ്രായമുള്ള മറ്റുള്ളവരോടും ഈ വാളയാർ പെൺകുട്ടികളുടെ ഇപ്പോൾ CBI കൊടുത്ത റിപ്പോർട്ടിൽ അമ്മ ഇതിൽ പ്രതിയാണ്. എങ്ങനെ വന്നു? അമ്മ ഈ കുഞ്ഞുമക്കളുടെ ഫ്രണ്ടിൽ വെച്ച് മുൻപിൽ നിന്നുകൊണ്ട് ശാരീരികമായിട്ട് അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് വരെ ആ റിപ്പോർട്ടിലുണ്ട്. ഈ പെൺകുട്ടികളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടതായിട്ടും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതോടെ കറക്റ്റല്ലേ? എൻ്റെ അനുഭവം കൊണ്ടാണ്. ഞാൻ ഒരു കാര്യവും വിടുവായത്തനം പറയാറില്ല. ഇവരൊക്കെ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് പലതും എന്താ പറയുക, ഊഹാഭോഗങ്ങളാണ്. ഈ പോക്സോ കേസിലെ 100 എന്ന് പറഞ്ഞാൽ 100 പിള്ളേരിൽ ഒരു കുട്ടിയെങ്കിലും ആ ധന്യരാമൻ കണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് കാശുണ്ടാക്കാൻ നടക്കുന്നു. ധന്യാരാമനെ പോലുള്ളവർ ഈ കുഞ്ഞു മക്കളെ വെച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനതങ്ങനെയല്ല. ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ, എൻ്റെ സ്വത്ത് മുഴുവൻ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഇന്ന് ഒന്നുമല്ലാത്ത ഒരാളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, 0 ആയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് പറഞ്ഞ നിലപാട് അന്ന് പറഞ്ഞപ്പോൾ ആരും അത് ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇന്നതാ CBI റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് സ്വന്തം അമ്മ ഇതിന് കൂട്ടുനിന്നു. ഈ കൊലപാതകത്തിന് ഒരു അമ്മ സാക്ഷിയാണ്, പീഡിപ്പിക്കാൻ സാക്ഷിയാണ്, പീഡിപ്പിച്ചപ്പോൾ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ശരി? ഇത് കാലം തെളിയിക്കും നിങ്ങളുടെ ഓരോ അനുഭവത്തിൽ നിന്നും. കാര്യം ഒരു പെണ്ണും ഇവിടെ അച്ഛനില്ലാതെ ജനിക്കുന്നില്ല. ഇന്ന് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഏതൊരു സ്ത്രീക്കും അച്ഛനുണ്ട്, സഹോദരനുണ്ട്, ഭർത്താവ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തുണ്ടായിരിക്കാം, മകനുണ്ടായിരിക്കാം. ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് വേണം ഏതൊരു സ്ത്രീയും ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സംഘടന പറയുന്ന കാര്യങ്ങളെ കൂടുതലായിട്ട് വിമർശിക്കാം. ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ നിങ്ങൾ ഇതിന് പാത്രമാവും. കാരണം ഓരോ ദിവസവും എത്രയോ പെൺകുട്ടികൾ വിളിച്ചെന്നെ കരയുകയാണ്. ഞാൻ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഇന്നലെ എറണാകുളത്ത് നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ ഏജെന്ന് അറിയില്ല, മെരടാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് എൻ്റെ അടുത്ത് വിളിച്ച് കരയുകയാണ്. പുള്ളിക്കാരൻ്റെ ആങ്ങള പെട്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഇവരെല്ലാം കൂടെ കൊണ്ട് 3ാമതും കല്യാണം കഴിപ്പിച്ചു എന്നുള്ളതാണ്. ആ 3ാമത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് എറണാകുളത്ത്, നമ്മുടെ കേരളം എന്ന് പറയുന്നത്, കേരളത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് എന്നാണ് നമ്മുടെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സംഘടനയുടെ തത്വം അങ്ങനെയാണ്. ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ വരാറുണ്ടോ പുരുഷന്മാർ? വരാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും ലവ് മാരേജിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ അതിനോട് ഒരു എതിർപ്പുള്ള ഒരാളാണ്. പറ്റുമെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് മലയാളി പെൺകുട്ടികളല്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ. അതെന്താണ് അങ്ങനെ പറഞ്ഞ കാര്യം ഫാമിലി കോർട്ടിൽ പോയി നോക്കിയാൽ മതി. കേരളത്തിലെ ഫാമിലി കോർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതെന്ന്. ഏറ്റവും കൂടുതൽ ഇവിടെ കല്യാണം കഴിക്കുന്നു 1-2 വർഷം, ഇതിനിടയ്ക്ക് 1-2 കുഞ്ഞു മക്കളാകും. ഈ കുട്ടികളാണ് പിന്നീട് ജീവിതം വഴിമുട്ടി പോകുന്നത്. അതിന് കാരണക്കാരൻ അമ്മയോ ഒരാളെ മാത്രമല്ലല്ലോ പറയേണ്ടത്. ഇതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. ഇതാണ് പ്രശ്നം. പുരുഷന്മാരെല്ലാം ഈ സംസാരിക്കാത്തവരാണെന്നേ. ഇവിടെ ഏതെങ്കിലും ഒരു ക്രിമിനലായിട്ടുള്ള ഗുണ്ടാ ഫീൽഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാര്യ ഫാമിലി കോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കണം കണ്ടിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുഴപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല. വാ തുറന്ന് സംസാരിക്കാത്ത, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, വളരെ പാവപ്പെട്ട ഒതുങ്ങി ജീവിക്കുന്ന കുടുംബത്തിൽ പിറന്ന യുവാക്കൾ. അതിനർത്ഥം ശാരീരികമായിട്ടുള്ള ഒരു കയ്യാങ്കളി അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഗുണ്ടകളായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പുരുഷന്മാരുടെ ഭാര്യമാരൊന്നും പ്രതികരിക്കാത്തത് ഇടിയുള്ളൂന്ന് പേടിച്ചിട്ടാണ്. ഇടിയല്ല, പിന്നെ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കേൾക്കാതെ മിണ്ടാതെ വയ്ക്കുന്നു, വീട്ടിലെ അടിമപ്പണി ചെയ്യുന്നു. രണ്ടുപേർക്കും തുല്യതയില്ലേ? ഇത് തുണി അലക്കുന്നത് ഭർത്താവ്, വീട്ടിലെ അടിച്ചുവാരലെല്ലാം ഭർത്താവ്, ആഹാരം പാകം ചെയ്യുന്ന ഭർത്താവ്, വെളിയിൽ പോയി പണിയെടുക്കുന്ന ഭർത്താവ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ശരിക്കും പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ന്യായങ്ങൾ മാത്രമാണ്. എന്റെ ന്യായമല്ല, ഇന്ന് നടക്കുന്നതാണ് പറയുന്നത്, ന്യായമല്ല. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല, തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തരാം. നമുക്ക് നാളെ മുതൽ ക്യാമറയും കൊണ്ട് എൻ്റെ കൂടെ ഓരോ വീടായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ എത്രയോ സ്ത്രീകൾ ഇത്തരത്തിലുണ്ടാവും, അവരും കാണിക്കും. ആ വീടുകളെ ഒന്ന് കാണിച്ചു തരും എനിക്ക്. നമ്മുടെ കേരളത്തിൽ എത്ര വീടൊന്ന് കാണിച്ചു തരും? ഞാൻ അതിനും തയ്യാറാണ്. എൻ്റെ കൂടെ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം. എന്തൊക്കെ ചെയ്യാൻ പറ്റിയാലും
നിങ്ങൾ ഒരു വീട് സ്ത്രീകളുടെ അങ്ങനെ കാണിച്ചു തരാൻ ഒരുപക്ഷെ കാണില്ല. 10,000 വീട് ഞാൻ കാണിച്ചു തരാം. പുരുഷന്മാർ ഒന്നിനും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലി കോർട്ടിൽ തന്നെ സ്വന്തം മക്കളെ കാണാൻ ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ്? 1 മിനിറ്റ് കാണാൻ. ഫാമിലി കോർട്ടിൽ നിന്ന് അച്ഛൻ്റെ കൂടെ മക്കളെ വിടില്ല, അമ്മയുടെ കൂടെ വിടുന്നത്. നാളെ അതൊക്കെ പോക്സോ കേസിലെ പ്രതികളാണ്, പോക്സോ കേസിലെ ഇരകളാണ് ഈ കുഞ്ഞുമക്കൾ. അതാദ്യം മനസ്സിലാക്കണം. കാരണം അവിഹിത ബന്ധം, ഈ അവിഹിത ബന്ധം ഉണ്ടാകുമ്പോഴാണ് വളയേറെ കേസും അതാണ്. പുരുഷന് അവിഹിതമില്ലേ? അവിഹിതം ഉണ്ടെങ്കിലും മക്കളുടെ മുൻപ് വെച്ച് ഒരിക്കലും ചെയ്യില്ല. അവിഹിതം കുറവാണ്. ഞാൻ ഒരു കാര്യം പറയാം, അവിഹിതം കുറവാണ്. പക്ഷേ അതിൽ കാര്യം എത്ര മോശപ്പെട്ട പുരുഷനായാലും അവൻ കല്യാണത്തിന് മുമ്പേ, വിവാഹം കഴിക്കുന്നതിന് മുൻപേ, കുറച്ച് മുന്നേ ഉള്ള കാര്യമാണ് പറയണത്. ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ എനിക്ക് വലിയ പിടുത്തമില്ല. ഇപ്പോൾ ഈ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ എത്ര മോശക്കാരനായാലും ശരി, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ രീതിയിൽ നിന്നും മാറും. പിന്നെ അവൻ്റെ ഫാമിലി, ഭാര്യ, മക്കൾ എങ്ങനെ നല്ല രീതിയിൽ അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കാം, അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നവരാണ് പ്രവാസികൾ. കിടന്ന് അടിമപ്പണിയാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, നല്ല വസ്ത്രം ധരിക്കുന്നില്ല. അവർക്ക് ഒരു മനസ്സുഖവും ഇല്ലാതെ ജീവിച്ച് എല്ലാം ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ട് പോലും ഒരു അക്കൗണ്ട് പോലും കാണില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഒരു സൈഡ് മാത്രമല്ലേ? അപ്പൊ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾ എത്രത്തോളം ഉണ്ട്? പറയൂ, എത്ര പേരുണ്ടെന്ന്. താങ്കൾ പറയൂ, എത്ര പേരുണ്ടെന്ന് പറയൂ. വനിതാ സെല്ലിൽ പോയാൽ മതി, വനിതാ കമ്മീഷനിൽ പോയാൽ മതി. അതുകൊണ്ടാണ് വനിതാ സെല്ലിന്റെ മേധാവി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, അവിടെ വരുന്ന കേസുകൾ ബഹുഭൂരിപക്ഷവും പുരുഷ വിദ്വേഷം തീർക്കാൻ വേണ്ടി വരുന്നതാണെന്ന്. ഞാൻ പറഞ്ഞതല്ല, സതീദേവി മാഡം പറഞ്ഞതാണ്. 2 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി ശക്തമായിട്ട് ഇറങ്ങിയപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി, തടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരുള്ള സത്യം പറഞ്ഞു. ഇത്രയും നാൾ അവർ അംഗീകരിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഉള്ള ചെയർപേഴ്സണും ഇതേപോലെ പറഞ്ഞു. ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ ട്രോളിയല്ല, അവർ കറക്റ്റായിട്ട് വീഡിയോ അത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അനുഭവിച്ചോ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടല്ലോ. ആ സംഭവം ഇത് തന്നെയാണ്. ഇവർക്കൊക്കെ അറിയാം, ഇവരൊന്നും പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പറഞ്ഞു, സതീദേവി മാഡം പറഞ്ഞു, ഇവിടെ പുരുഷനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന കംപ്ലീറ്റ് പരാതികൾ. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നതൊന്നും പുറത്തു വരില്ല. ഇതുമാതിരി ഇതിൻ്റെ എത്രയോ 1000 ഇരട്ടി വരികയാണ്. പോലീസുകാരൻ ബഹുഭൂരിപക്ഷം പേര് ഇതൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ്. അവിടെ പുരുഷൻ ഒരു പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇവർ അംഗീകരിക്കില്ല. എൻ്റെ ഭാര്യ കൊണ്ട് കൊടുത്താൽ അപ്പടി അങ്ങ് സ്വീകരിക്കും. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവിടെ അടുത്ത് പറയും ബാക്കി കാര്യം റെഡിയാക്കി തരാം. സ്ത്രീക്ക് മാത്രമാണോ അവിഹിതം? പുരുഷനല്ലേ? കുറവാണ്. എങ്ങനെ പറയാൻ പറ്റും? സ്ത്രീ അവിഹിതം ഉണ്ടാകുന്നത് സ്ത്രീയുടെ കൂടെ അല്ലല്ലോ, സ്ത്രീ പുരുഷനുമായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുറവാണ്. കാര്യം അവർ ഒരു പെണ്ണിന് ഏത് സമയവും അവൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ വേറൊരു ഇപ്പൊ എന്നെ ചിലപ്പോൾ ഉദ്ദേശിച്ച് നടക്കില്ലായിരിക്കും, അടുത്ത് വേറൊരാളുടെ ഓപ്ഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെയുള്ള പെട്ടെന്നൊന്നും അത് നടക്കില്ല. അതൊക്കെ കുറവാണ്. കുറവെന്നല്ല, അത് അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. എനിക്ക് സാറിന്റെ മറുപടികളൊക്കെ വളരെ വിചിത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഒരേ റേഷ്യോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഒരേ ആനുപാതികത്തിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനുപാതികം ഒട്ടുമില്ല. ഞാൻ ഒരിക്കലും പറയില്ല. കാരണം 40 വയസ്സായ പുരുഷൻ ഇന്ന് വരെ സ്ത്രീ എന്താണെന്ന് അറിയാത്തവരിവിടെയുണ്ട്. 18 വയസ്സ് കണ്ട 20 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണിച്ചു തരാമോ? ഇതാണ് ചോദ്യം. നോർമലായിട്ടുള്ള ഇന്നത്തെ കാലമാണ് ഈ പറയുന്നത്. ശ്രീ അജിത് കുമാർ സർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളി തന്നെയാണ് സ്ത്രീകൾക്കായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില ആരോപണങ്ങൾ, ചില കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ സ്ത്രീ വിരുദ്ധത തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഈ ഇത്രയും സമയം സാറിൻ്റെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് ഷെയർ ചെയ്തു. ഇനി എന്താണ് ഈ സൊസൈറ്റിയോട് പങ്കുവെക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകളോട് പൊതുവിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പുരുഷനുമായിട്ടുള്ള ജീവിതം, അത് ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ, ആ ബന്ധം വേർപിരിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയിലോട്ട് തള്ളിവിടാതെ നിങ്ങൾ സ്നേഹപൂർവ്വം ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക. അതുമാത്രവുമല്ല, രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, അവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന ഒരു നടപടി. ഇന്ന് വിവാഹം കഴിക്കുന്നത് സാമാന്യ സാമ്പത്തികമുള്ള പുരുഷനെ വിവാഹം കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളവർക്കെതിരെ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഒരു അലിമണി എന്ന് പറയുന്ന, മനോഹരമായിട്ട് പേരിട്ട് പറയുന്നതാണ് അലിമണി. ഈ അലിമണിയിൽ കൂടി കോടികൾ ഒരു കൊള്ളയടി നടത്തുന്നുണ്ട്. ഇത് ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അലിമണിയും നിരോധിക്കേണ്ടത് തന്നെയാണ്.
പുരുഷനിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന പരിപാടി, അവൻ്റെ വീട്ടിൽ കയറി താമസിക്കുന്ന പരിപാടി, അവൻ്റെ വീട് തട്ടിയെടുക്കുന്ന പരിപാടി, ഈ പരിപാടികൾ സ്ത്രീകൾ വച്ച് മതിയാക്കണം. അങ്ങനെ ഏതെങ്കിലും പരാതികൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിന് ഇടപെടും. പിന്നെ അതുപോലെ പുരുഷന്മാരോട്, യുവാക്കളോട് പറയാനുള്ളത്, എന്നെ വിമർശിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അവർക്ക് യഥാർത്ഥം പറഞ്ഞാൽ കുടുംബ പശ്ചാത്തലമില്ല, കുടുംബ ബന്ധം എന്താണെന്ന് അറിയില്ല, ഒരു പെണ്ണ് എന്താണെന്ന് അറിയില്ല. അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് ചിരിച്ച് സംസാരിച്ചാൽ അതാണ് ലോകം, അതാണ് ശരി എന്ന് വിചാരിക്കുകയാണ്. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോട്ട് നിങ്ങൾ കടക്കുമ്പോൾ അറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. കാര്യം ഒരു പെണ്ണിനെയും വിശ്വസിക്കരുത്. വിശ്വസിച്ച് കൊണ്ട് ബെഡിൽ ഉറങ്ങിയാൽ നീ നാളെ കരയും, അജിത് കുമാറിനെ തേടി വരും, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഈ സംഘടനയെ തേടി വരും. അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കി പുരുഷന്മാർ, യുവാക്കൾ ജീവിക്കുക.